Hi guys, welcome to Students Focus. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ ചാപ്റ്റർ 3 തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലെ യൂണിറ്റ് 1 ആണ് തിയറി ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ തിയറി ഓഫ് പ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ പ്രൊഡക്ഷൻ എന്താണെന്ന് അറിയണ്ടേ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ നമ്മൾക്ക് ആദ്യം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഇൻപുട്സിനെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ കൺവേർട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? അത് ഹ്യൂമൻ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്സിനെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റിയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കഷ്ണം മരത്തടി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിടക്കുന്നു, അല്ലെങ്കിൽ കാട്ടിൽ കിടക്കുന്ന ഒരു മരത്തടി കാട്ടിൽ കിടന്നുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. ആ സമയത്ത് ആ മരക്കഷ്ണം നമ്മൾ എടുത്തുകൊണ്ട് വന്ന് അത് ഫർണിച്ചറായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? അത് ഹ്യൂമൻ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമായിട്ട് മാറുവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹ്യൂമൻ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻപുട്സിനെ ഔട്ട്പുട്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റിയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതെന്താണ് എക്കണോമിക് ആക്ടിവിറ്റി? നമ്മളിപ്പോൾ വീട്ടിൽ നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നു, അതിനെ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുമോ? ഇല്ല. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ ഇൻകം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ നേച്ചറിലെ റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു കഷ്ണം തടിയെടുത്തിട്ട് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ ചെയർ പോലെ ഉണ്ടാക്കുന്നു, അതിനെ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയില്ല. നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഹ്യൂമൻ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻകം എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്രൊഡക്ഷനിൽ ഒന്നുകിൽ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി ആവാം, അല്ലെങ്കിൽ അഡീഷൻ ഓഫ് യൂട്ടിലിറ്റി ആവാം. ഇപ്പോൾ ഉള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇപ്പം നമുക്ക് യൂസ്ഫുൾ ഇല്ലാതെ കിടക്കുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞ തടിയുടെ എക്സാമ്പിൾ പോലെ, അത് വെറുതെ കിടക്കുമ്പോൾ നമുക്കത് യൂസ്ഫുൾ അല്ല. അതിൽ നിന്ന് നമ്മൾ ഒരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുവാണ്. അത് ഫർണിച്ചറായിട്ട് മാറ്റുമ്പോൾ അത് മനുഷ്യന് ആവശ്യമുള്ള യൂസ്ഫുള്ളായ ഒരു സാധനമായിട്ട് മാറുവാണ്. ഇനി അങ്ങനെയല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ള ഒരു പ്രൊഡക്റ്റിന് ഇപ്പോൾ കുറച്ച് യൂസ്ഫുൾനെസ്സേ ഉള്ളൂ, നമ്മളതിന് കുറച്ച് യൂട്ടിലിറ്റി ആഡ് ചെയ്യുവാണ്. കുറച്ചും കൂടെ അതിൽ നിന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ വേറെ ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അങ്ങനെ അഡീഷൻ ഓഫ് യൂട്ടിലിറ്റി ആവും. അപ്പോൾ പ്രൊഡക്ഷനിൽ നമുക്ക് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റിയും വരുന്നുണ്ട്, അഡീഷൻ ഓഫ് യൂട്ടിലിറ്റിയും വരുന്നുണ്ട്. നമ്മളുടെ എക്കണോമിക് ടേംസിൽ, എക്കണോമിക്സിൻ്റെ ഭാഷയിൽ നമ്മൾ പ്രൊഡക്ഷൻ എന്താ പറയുക? ദ പ്രോസസ് ബൈ വിച്ച് മാൻ യൂട്ടിലൈസസ് റിസോഴ്സസ് സച്ച് എസ് മെൻ, മെറ്റീരിയൽ, ക്യാപിറ്റൽ, ടൈം, എക്സെട്ര, വർക്കിംഗ് അപ്പോൺ ദം ടു ട്രാൻസ്ഫോം ദം ടു കമോഡിറ്റീസ് ആൻഡ് സർവീസസ് സോ ആസ് ടു മേക്ക് ദം സാറ്റിസ്ഫൈ ഹ്യൂമൻ വോൺസ്. നമ്മൾ മെറ്റീരിയൽ അല്ലെങ്കിൽ ഗുഡ്സ് എല്ലാം എടുത്തിട്ട്, ഇൻപുട്ട് എടുത്തിട്ട് നമ്മളതിൽ കുറച്ച് പ്രോസസ്സ് ചെയ്യുന്നു, കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അതിനെന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നു. എന്തിനു വേണ്ടിയാണ്? അത് ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ്, എക്കണോമിക് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷനിൽ നമ്മളുടെ മെറ്റീരിയൽസ് ഉണ്ടാക്കൽ മാത്രമല്ല വരുന്നത്, അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല വരുന്നത്, സർവീസസ് റെൻഡർ ചെയ്യുന്നതും നമ്മുടെ പ്രൊഡക്ഷനിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, അവരെന്തെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അവർ ഗുഡ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അവരുടെ സ്കില്ല് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അവരുടെ നോളജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസാണെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കേസാണെങ്കിലും അതിനെ നമ്മൾ പ്രൊഡക്ഷൻ എന്ന് എപ്പോൾ മാത്രമാണ് വിളിക്കുന്നത്? അത് ഹ്യൂമൻ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ മാത്രം, അത് ഹ്യൂമൻ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിനെ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു സാറ്റിസ്ഫൈ ഡിമാൻഡ്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ഹ്യൂമൻ വോൺസ്. അതാണ് നമ്മളുടെ പ്രൊഡക്ഷൻ്റെ ഒബ്ജക്റ്റീവ്. ഇത് നിങ്ങൾക്ക് MCQs ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, വേണമെങ്കിൽ വരാവുന്നതാണ്. ഒബ്ജക്റ്റീവ് പ്രൊഡക്ഷനൊക്കെ MCQ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യുക, അതാണ് നമ്മളുടെ പ്രൊഡക്ഷൻ്റെ പർപ്പസ്. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഒരു തടി കഷ്ണം വെറുതെ കിടക്കുന്നു, അതിന് യൂസ് ഇല്ല, നമ്മൾ അത് പ്രൊഡക്ഷൻ പർപ്പസിലൂടെ, പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ നമ്മളതൊരു ടേബിളായിട്ടോ അല്ലെങ്കിൽ ഒരു ഫേർണിച്ചറായിട്ട്, ചെയറായിട്ടൊക്കെ മാറ്റുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി കൂടുവാണ്. അതല്ലെങ്കിൽ ഒരു ഇരുമ്പും കഷ്ണം വെറുതെ എവിടെയെങ്കിലും കിടക്കുവാണ്, കുറച്ച് അയൺ വെറുതെ കിടന്നാൽ അതിന് പ്രത്യേകിച്ച് യൂസസ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ആ അയൺ കൊണ്ട് എന്തെങ്കിലും മെഷീൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മെഷീൻ പാർട്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വാക്കത്തി അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അത് യൂസ്ഫുള്ളാണ് ഹ്യൂമൻ ബീയിങ്സിന്. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, പ്രൊഡക്ഷൻ മീൻസ് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി, അല്ലെങ്കിൽ
ഉള്ള യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉള്ളത് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റിയിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ക്രിയേഷൻ ചെയ്യുന്നത്, യൂട്ടിലിറ്റി കൊണ്ടുവരുന്നത്? അതിൽ ഫസ്റ്റ് വൺ വരുന്നത് യൂട്ടിലിറ്റി ഓഫ് ഫോം. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ നമ്മൾ ഒരു വുഡ് പീസായിട്ട് കിടന്നത് നമ്മൾ ഫേർണിച്ചറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അതിൻ്റെ ഫോമാണ് മാറ്റിയത്. ചുമ്മാ കിടന്ന വുഡിനെ നമ്മൾ ഫേർണിച്ചർ ആക്കിയപ്പോഴത്തേക്കും അതിൻ്റെ യൂട്ടിലിറ്റി വന്നു. അത് അല്ലെങ്കിൽ അയൺ ആയിട്ട് വെറുതെ ഒരു പീസ് അയൺ ആയിട്ടിരുന്നത് നമ്മളതിനെ മെഷീനായിട്ടോ മെഷീൻ പാർട്സ് ആയിട്ടോ കൺവേർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ നമ്മൾ ഏതെങ്കിലും ഒരു റിസോഴ്സസിൻ്റെ ഫോം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻപുട്സിൻ്റെ ഫോം ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ യൂട്ടിലിറ്റി ഓഫ് ഫോം എന്ന് പറയും. ഇനി സെക്കൻഡ് വൺ വരുന്നത് യൂട്ടിലിറ്റി ഓഫ് പ്ലേസ്. അതായത് യൂട്ടിലിറ്റി ഓഫ് പ്ലേസിൽ ഇപ്പോൾ 2 പോയിന്റ് വരുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ ഭൂമിക്കടിയിൽ കുറേ രത്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അയണോർ അല്ലെങ്കിൽ ഗോൾഡ് മൈൻസ്, അതെല്ലാം നമ്മളുടെ ഭൂമിക്കടിയിലുണ്ട്. അത് ഭൂമിക്കടിയിൽ കിടക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതുകൊണ്ട്? ഇല്ല. അത് ഭൂമിക്കടിയിൽ ചുമ്മാ കിടക്കുവാണ്. ആ സമയത്ത് നമ്മളത് ഭൂമിക്കടിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മാർക്കറ്റിൽ അത് ആളുകൾക്ക് യൂസ് ചെയ്യാവുന്നൊരു പരുവത്തിൽ സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ എന്താണ്? അതിന് റേറ്റ് വന്നു. ഇപ്പോൾ എത്ര വാല്യുവബിൾ മിനറൽസ് ആണെങ്കിലും, എത്ര വാല്യുവബിൾ സ്റ്റോൺസ് ആണെങ്കിലും, പ്രീഷ്യസ് സ്റ്റോൺസ് ആണെങ്കിലും, എന്താണെങ്കിലും നമ്മളുടെ ഭൂമിക്കടിയിൽ വെറുതെ കിടക്കുമ്പോൾ അതിനൊരു വാല്യൂവും വരുന്നില്ല. പക്ഷേ നമ്മളത് എടുത്ത് പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്ത് മാർക്കറ്റിൽ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യും. മാർക്കറ്റിൽ നമ്മളത് ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റിയ രീതിയിൽ അവൈലബിൾ ആക്കുമ്പോൾ എന്താണ്? അതിന് വാല്യൂ വരുന്നു. സോ നമ്മൾ എന്താ ചെയ്തത്? പ്ലേസ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഭൂമിക്കടിയിൽ കിടന്ന സാധനം ആ പ്ലേസിൽ നിന്ന് മാറ്റി നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആക്കി. അങ്ങനെ നമ്മൾക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ യൂട്ടിലിറ്റി ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. ചേഞ്ചിങ് ദ പ്ലേസ് ഓഫ് ദ റിസോഴ്സ് ഫ്രം പ്ലേസ് വേ ആർ ദർ ഓഫ് ലിറ്റിൽ യൂസ് അല്ലെങ്കിൽ നോ യൂസ്, ഒന്നുകിൽ കുറവ് യൂസോ അല്ലെങ്കിൽ യൂസ് ഇല്ലാത്തതോ ആയ സ്ഥലത്തുനിന്ന് നമ്മൾ അത് കൂടുതൽ യൂസുള്ള ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസിലേക്ക് നമ്മളതിനെ ചേഞ്ച് ചെയ്യുന്നു. സോ ഇതാണ് യൂട്ടിലിറ്റി ഓഫ് പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഗുഡ്സ് ഫ്രം വേർ ദേ ഗീവ് ലിറ്റിൽ ഓർ നോ സാറ്റിസ്ഫാക്ഷൻ ടു പ്ലേസസ് വേർ ദെയർ യൂട്ടിലിറ്റി ഈസ് മോർ. അതായത് നമ്മളിപ്പോൾ കാശ്മീർ നോക്കുവാണെങ്കിൽ കാശ്മീർ ഇഷ്ടംപോലെ ആപ്പിൾസ് ഉണ്ടാവുന്ന സ്ഥലമാണ്. അപ്പോൾ കാശ്മീരിൽ ആപ്പിളിന് അത്ര ഡിമാൻഡില്ല. കാരണം എന്താണ്? അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഒരു ഫാർമർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഫാർമർ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ആളുകൾ എത്രയെന്ന് വെച്ചിട്ട് അത് വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്യുന്നത്. സോ അവിടെ റേറ്റ് കുറവാണ്, അല്ലെങ്കിൽ അവിടെ യൂട്ടിലിറ്റി കുറവാണ്. നമ്മൾ എന്ത് ചെയ്യും? ആ സാധനം തന്നെ വേറെ സ്ഥലങ്ങളിലേക്ക്, വേറെ മാർക്കറ്റുകളിലേക്ക് ഈ ആപ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്ത് വേറെ മാർക്കറ്റുകളിൽ സെല്ല് ചെയ്യുമ്പോൾ അതിന് റേറ്റ് കൂടുതലാണ്. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? പ്ലേസ് ചേഞ്ച് ചെയ്തു. ആ ഐറ്റം എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടുന്ന് മറ്റ് സ്ഥലത്തേക്ക് അത് മാറ്റിയപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തു, മറ്റു ആളുകൾക്ക് അത് അവൈലബിൾ ആക്കിയപ്പോൾ. ഇപ്പം നേരത്തെ നിങ്ങൾ ടി വിയിൽ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സവോളയ്ക്ക് നല്ല വില ഒക്കെ വന്നപ്പോൾ സവോളയുടെ ന്യൂസ് ഉണ്ടായിരുന്നു. സവോള ഉള്ളിയൊക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഒട്ടും വിലയില്ല, 1 രൂപ 2 രൂപയൊക്കെയാണ്. അപ്പോൾ അവർ ചുമ്മാ വഴിയിൽ അത് ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു, വിലയില്ലാത്തത് കൊണ്ട്. ആ സമയത്ത് നമ്മളുടെ ഇവിടെ സവോളയ്ക്കൊക്കെ വില എത്ര? 80, 90, 100 രൂപയൊക്കെയാണ് ഇവിടെ സവോളയ്ക്ക് വില വരുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം ഐറ്റം ഷോർട്ട് ആയതുകൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ ഇഷ്ടംപോലെ അവൈലബിലിറ്റി ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ അതിന് അത്ര യൂട്ടിലിറ്റി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ പ്ലേസ് ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ അവിടുന്ന് ഇപ്പോൾ ആ സാധനം ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ നമ്മളുടെ പ്ലേസിൽ കൊണ്ടുവന്നപ്പോൾ അതിന് യൂട്ടിലിറ്റി ഇൻക്രീസ് ആയി, അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയി. ഇനി തേർഡ് നമ്മൾ നോക്കുന്നത് യൂട്ടിലിറ്റി ഓഫ് ടൈം. അതായത് ചില ഐറ്റംസ് എല്ലാ സമയത്തും നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കില്ല, ചില പ്രൊഡക്ട്സ്. അപ്പോൾ നമ്മൾ യൂട്ടിലിറ്റി ഓഫ് ടൈമിൽ എന്താ ചെയ്യുന്നത്? മേക്കിംഗ് അവൈലബിൾ മെറ്റീരിയൽസ് അറ്റ് ടൈംസ് വെൻ ദേ ആർ നോർമലി നോട്ട് അവൈലബിൾ. ഇപ്പോൾ നമ്മളുടെ അരി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അരി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഗോതമ്പ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതെല്ലാം നമ്മൾക്ക് എല്ലാ സീസണിലും ഒരുപോലെ ഉണ്ടാവില്ല. ഇപ്പം അരിയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ അരിക്ക് നന്നായിട്ട് വെള്ളം വേണം അരി ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ കൂടുതലും ആളുകൾ അരി കൃഷി ചെയ്യുന്നത് മഴയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ മഴ വരുന്നതനുസരിച്ച് ആ സീസൺ എപ്പോഴാണ് എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം അവൈലബിൾ ആയ സമയത്താണ് നമ്മൾ അരി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ സമയത്തും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കണ്ടീഷൻസ് നല്ല ഫേവറബിൾ ആയിട്ട് വരുന്ന സമയത്ത് നമ്മളത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യും. കാരണം അത് അത്ര അവൈലബിൾ അല്ലാത്ത സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ എന്താ പറയുന്നത്? യൂട്ടിലിറ്റി ഓഫ് ടൈം. നമ്മൾ ടൈം യൂസ് ചെയ്യുവാണ്, ടൈമിൻ്റെ ആ ഡിഫറൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് വെള്ളമില്ലാത്ത സമയത്ത് അരി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ
ഫുഡ് ഗ്രെയിൻസ് ഇപ്പോൾ അരി കൂടാതെ മറ്റ് ഫുഡ് ഗ്രെയിൻസ് ആണെങ്കിലും ഏതെങ്കിലും ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിലും പിന്നെ അതുപോലെ ചില സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ആ സീസണൽ ഫ്രൂട്ട്സ് നമുക്ക് എല്ലാ സീസണിലും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ജ്യൂസ് എടുത്ത് സ്റ്റോർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും, അത് ഓഫ് സീസണിൽ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയൊക്കെയാണ് നമ്മുടെ യൂട്ടിലിറ്റി ഓഫ് ടൈമിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് യൂട്ടിലിറ്റി ഓഫ് പേഴ്സണൽ. നമ്മളുടെ പേഴ്സണൽ സ്കിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെ കയ്യിൽ പേഴ്സണൽ സ്കില്ലുണ്ട്, അത് പക്ഷേ ആർക്കും പ്രൊവൈഡ് ചെയ്യാതെ ആ അഡ്വക്കേറ്റ് ഒരു റൂം അടച്ചിട്ട് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മറ്റാർക്കെങ്കിലും ഉപയോഗമുണ്ടോ? അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഒരു CA പാസ്സായി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എല്ലാം അറിയാവുന്ന ഒരാളാണ്, പക്ഷെ ആർക്കും ഒരു സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് റൂമിലിരിക്കുവാണ് വീട്ടിൽ. അപ്പോൾ അതിന് നമ്മൾക്ക് അതുകൊണ്ട് ആർക്കും പ്രയോജനം വരുന്നില്ല. അപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, പേഴ്സണൽ സ്കിൽസ് മറ്റുള്ളവർക്ക് അവൈലബിൾ ആക്കുന്നു. ഇതിൽ നമ്മൾ ഗുഡ്സ് അല്ല സെല് ചെയ്യുന്നത്, നമ്മൾ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പേഴ്സണൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ സർവീസസ് ആണ്. ഇപ്പോൾ അഡ്വക്കേറ്റിൻ്റെ കേസ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി അവരൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്ടിലിറ്റി ഓഫ് പേഴ്സണൽ അല്ലാതെയും വരുന്നുണ്ട്, നമ്മൾ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വരുന്നുണ്ട്, മെർച്ചൻസ് വരുന്നുണ്ട്, നമ്മുടെ മാർക്കറ്റിംഗ് ഏജൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാവരുടെയും സ്കിൽസ് യൂസ് ചെയ്യുന്നതിന് നമ്മൾ യൂട്ടിലിറ്റി ഓഫ് പേഴ്സണൽ എന്ന് പറയും. പിന്നെ നമ്മളുടെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് കൂടെ പറയാം. ഇത് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഏകദേശം ആദ്യത്തെ കുറച്ച് പോയിന്റ്സ് എന്ന് ഒരു സമ്മറി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കാരണം ചാപ്റ്റർ ഒത്തിരി ലെങ്തിയാണ്, അപ്പോൾ അതിൽ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം എടുത്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചാപ്റ്റർ ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് വായിച്ച് വിടാവുന്ന, നിങ്ങളത് നന്നായിട്ടൊന്ന് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാനായിട്ട് സാധിക്കും. കാരണം ആദ്യത്തെ കുറച്ച് പേജസ്, ഒരു 10-14 പേജസിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇനി നമ്മളുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ഓഫ് മാറ്റർ അല്ല. അപ്പം നിങ്ങൾ പറയും, ഇപ്പോഴല്ലേ കുറച്ച് നേരത്തിന് മുമ്പല്ലേ മാഡം പറഞ്ഞത് ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓഫ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യമാണെന്ന്. അതൊക്കെയാണ്. പക്ഷേ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾക്ക് ഒരിക്കലും മാറ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മാറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഒരു മാറ്ററിൻ്റെ ഫോം ചേഞ്ച് ചെയ്യുക, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വുഡ് പീസ് നമുക്ക് കിട്ടുമ്പോൾ ആ വുഡ് പീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ആ വുഡ് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് വന്നേക്കുന്നത്, അതിൻ്റെ മാറ്ററും കോമ്പോണൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതുപോലൊരു വുഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് മാറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്രിയേഷൻ ഓഫ് മാറ്റർ അല്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് MCQ ആയിട്ട് ചോദിക്കാം. അപ്പോൾ പ്രൊഡക്ഷൻ ക്രിയേഷൻ ഓഫ് മാറ്റർ അല്ല. പ്രൊഡക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, മാറ്ററിൻ്റെ ഫോം ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്, മാറ്റർ ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ് ഡസ് നോട്ട് നെസസറിലി ഇൻവോൾവ് കൺവേർഷൻ ഓഫ് ഫിസിക്കൽ ഇൻപുട്സ് ഇൻ ടു ഫിസിക്കൽ ഔട്ട്പുട്ട്. നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിലെപ്പോഴും നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ഇൻപുട്സ് കൊടുക്കുന്നു, നമ്മൾ കുറച്ച് പ്രോസസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫിസിക്കൽ ഔട്ട്പുട്ട് കിട്ടുന്നു. അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയിക്കോടാത്ത? നമ്മളിപ്പോൾ തൊട്ട് മുമ്പത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, പ്രൊഡക്ഷൻ റെൻഡറിങ് ഓഫ് സർവീസസ്. റെൻഡറിങ് ഓഫ് സർവീസസിൽ നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ഇൻപുട്സ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? ഫിസിക്കൽ ഔട്ട്പുട്ട് എന്തെങ്കിലും നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ? ഫിസിക്കൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന, എടുത്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. സോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫിസിക്കൽ ഇൻപുട്സ് കൊടുത്തിട്ട് ഒരു പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഫിസിക്കൽ ഔട്ട്പുട്ട് കിട്ടുന്ന പരിപാടിയല്ല. അതിൽ റെൻഡറിങ് ഓഫ് സർവീസസും കൂടെ വരുന്നത് കൊണ്ട് അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോയിന്റ്സ് ഒക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. പിന്നെ there must be an intention to exchange in the market is an essential component of production. നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഇപ്പം നമ്മളുടെ വീട്ടിൽ നമ്മൾ കുറച്ച് ഫുഡ് കുക്ക് ചെയ്യുന്നു, അതിന് നമ്മൾക്ക് പ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർ ബൾക്കായിട്ട് ഫുഡ് കുക്ക് ചെയ്ത് മാർക്കറ്റിൽ അത് അവൈലബിൾ ആക്കുന്നു. അവരത് എന്തിനാണ് അങ്ങനെ കുക്ക് ചെയ്യുന്നത്? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് അവരുടെ ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി, നമ്മൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അമ്മ ഫുഡ് കുക്ക് ചെയ്യുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ടൊക്കെയാണ്. സോ അത് കുക്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ട് അത് വിറ്റിട്ട് പൈസ വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ അമ്മ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ അതിലൊരു എക്കണോമിക് പർപ്പസ് വരുന്നില്ല. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു എസെൻഷ്യൽ കോമ്പോണൻറ്റ് എന്താണ്? അതിൻ്റെ പുറകിൽ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുക, അതിൽ നിന്ന് നമ്മൾക്കൊരു എക്കണോമിക് ഇൻകം ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നൊരു പർപ്പസ് പ്രൊഡക്ഷന് ഉണ്ടായിരിക്കണം. ഇനി പ്രൊഡക്ഷനും ഔട്ട്പുട്ടും സെയിം അല്ല. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ,
ഇപ്പം നമ്മൾ അരി കൃഷി ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അരി ഉണ്ടാക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മുടെ നിലമൊക്കെ ഉഴുത് ഇതാക്കിയിട്ട് ട്രാക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് അത് ഉഴുത് വൃത്തിയാക്കി നമ്മൾ വിത്ത് പാകി വെള്ളം നനച്ചു അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് അരി കിട്ടും. നമ്മൾ ഈ അരി പറമ്പ്, അതായത് നമ്മുടെ നിലം കിളയ്ക്കുമ്പോൾ തൊട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സാണ്. നമ്മൾ അത് ചെയ്തു, അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചു, വിത്തിട്ടു, അങ്ങനെ ചെയ്തു, അതിന് വളമിട്ടു, ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് നമ്മൾ പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ഇപ്പോൾ അരി കിട്ടുമല്ലോ. ഇപ്പോൾ 2000 കിലോ അല്ലെങ്കിൽ 5000 കിലോ 10000 കിലോ അങ്ങനെ അരി കിട്ടില്ലേ, നെല്ല് കിട്ടില്ലേ, അതിനെയാണ് നമ്മൾ എൻഡ് റിസൾട്ട്, അതാണ് ഔട്ട്പുട്ട് നമ്മളുടെ. അപ്പോൾ പ്രൊഡക്ഷനും ഔട്ട്പുട്ടും രണ്ടും സെയിം അല്ല. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എൻഡ് റിസൾട്ട് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മളുടെ ഔട്ട്പുട്ട്. ഇപ്പോൾ ഈ അരിയുടെ എക്സാമ്പിളിൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് പോയിന്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളുടെ ഇൻപുട്സിനെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ്, പ്രൊഡക്ഷൻ പ്രോസസ്സിലുള്ള നമ്മുടെ ഇൻപുട്സിനെ നമ്മൾ ഇൻപുട്സ് എന്ന് പറയും, അതിനെ റോ മെറ്റീരിയൽ എന്ന് പറയും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നും പറയും. അത് ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും നമ്മൾ പല പേരുകളിൽ അതിന് ഇൻപുട്സിന് അറിയപ്പെടുന്നുണ്ട്. പല പല കേസസിൽ ചിലപ്പോൾ ഇൻപുട്സ് ആയിരിക്കാം, റോ മെറ്റീരിയൽ ആയിരിക്കാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കാം. അപ്പോൾ നമ്മളുടെ ഇൻപുട്സ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഏത് ഫാക്ടർ ആണെങ്കിലും ഇൻപുട്സ് നമ്മൾ അങ്ങോട്ട് ഇടുന്നു. ഇൻപുട്സിൽ കുറച്ച് സർവീസസ്, കുറച്ച് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നു, കുറച്ച് പ്രോസസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് ആക്ടിവിറ്റി ചെയ്യുന്നു. അതെന്താണ്? നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ്. നമ്മളത് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ട് കിട്ടുന്നു. ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് എന്താണോ നമ്മൾക്ക് കിട്ടുന്നു. സോ ഇൻപുട്ട് നമ്മൾ കൊടുത്തു, കുറച്ച് ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രോസസ്സിങ് ചെയ്തു, അതിനുശേഷം നമ്മൾക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് കിട്ടി. അപ്പം നമ്മളിപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞു. അപ്പം നമ്മൾക്കിനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഫാക്ടേഴ്സ്. അത് ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണറിയൽ എബിലിറ്റി. ഇത് ആണ് നമ്മളുടെ മെയിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ലാൻഡ് എന്താണെന്ന് നോക്കാം. ഇതിൽ സിമ്പിളാണ്, നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്കത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ലാൻഡ് ഇൻ എക്കണോമിക്സ് ഈസ് നോട്ട് ഓൺലി മീൻ സോയിൽ ഓർ എർത്ത് സർഫേസ് എലോൺ. നമ്മൾ എക്കണോമിക്സിൽ ലാൻഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സോയിലിനെ അല്ല ഉദ്ദേശിക്കുന്നത്, സോയിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് നേച്ചറിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയേക്കുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നേച്ചർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. സോയിലിൻ്റെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വാട്ടർ, എയർ, ലൈറ്റ്, ഇതെല്ലാം നമ്മൾ നാച്ചുറൽ വെജിറ്റേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കൂടിയാണ് നമ്മൾ ലാൻഡ് എന്ന എക്കണോമിക്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഫസ്റ്റ് വരുന്നത് ലാൻഡാണ്. അപ്പോൾ ലാൻഡിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമുക്ക് ആ ലാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാൻഡിനെ പറ്റി ഫുള്ളൊരു ഐഡിയ കിട്ടും. ഫസ്റ്റ് വൺ, ലാൻഡ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. നമ്മൾക്കറിയാം ലാൻഡ് നമ്മൾക്ക് നേച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, അല്ല നമ്മളായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതല്ല. ഇപ്പോൾ എവിടെ എത്ര സ്ഥലമുണ്ടോ അത് അവിടെ നേരത്തെ തൊട്ട് തന്നെ ഉള്ളതാണ്, അല്ല നമ്മൾ നമ്മളുടെ കഴിവ് ഉപയോഗിച്ച് നമ്മൾ അവിടെ ഒരു ലാൻഡ് ക്രിയേറ്റ് ചെയ്തെടുത്തതല്ല. സോ ഇറ്റ് ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. പിന്നെ സപ്ലൈ ഓഫ് ലാൻഡ് ഈസ് ഫിക്സ്ഡ്. അതായത് ലാൻഡ് എത്രയുണ്ടോ, നമ്മളുടെ റിക്വയർമെൻറ്റ്സ് എത്ര കൂടിയാലും എത്ര കുറഞ്ഞാലും ലാൻഡ് അത് തന്നെയുള്ളൂ. ലാൻഡിൻ്റെ ആവശ്യം കൂടുന്നതനുസരിച്ച് അതിൻ്റെ അവൈലബിലിറ്റി കൂടി വരുന്നില്ല. അപ്പോൾ ശരിക്കും ലാൻഡ് നമുക്ക് ലിമിറ്റഡ് ആണ്, അതിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റഡ് ആണ്. ഇനി നോ ചേഞ്ച് ഇൻ ഡിമാൻഡ് ക്യാൻ അഫക്ട് ദ എമൗണ്ട് ഓഫ് ലാൻഡ് ഇൻ എക്സിസ്റ്റൻസ്. ഇപ്പോൾ ആളുകളുടെ ആവശ്യം കുറച്ച് കൂടി എന്ന് കരുതിയിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളുടെ എർത്തിലുള്ള ലാൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലുള്ള ലാൻഡ് ഒരു 1 lakh ഏക്കേഴ്സ് ആണെന്ന് വെച്ചോ എക്സാമ്പിളിന്. അപ്പോൾ ആളുകളുടെ റിക്വയർമെൻറ്റ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് ഈ ലാൻഡ് 1 lakh ഏക്കറിൽ നിന്ന് മാറി 2 lakh ഏക്കർ ആവുമോ? ഇല്ല. സോ ലാൻഡ് അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ഫിക്സ്ഡ് ആണ്, അത് ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തത് ചേഞ്ച് ആവുന്നില്ല. പിന്നെ നമ്മളുടെ ലാൻഡിൻ്റെ സപ്ലൈ എങ്ങനെയാണ്? നമ്മളുടെ എക്കണോമി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. കാരണം എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, നമ്മൾക്ക് ടോട്ടൽ ലാൻഡ് എത്രയാണോ ഉള്ളത് അത് അത്രയും തന്നെയുള്ളൂ. അത് ആളുകളുടെ റിക്വയർമെൻറ്റ് കൂടുന്നതനുസരിച്ച് ആ ലാൻഡിൻ്റെ അവൈലബിലിറ്റി കൂടുന്നില്ല. സോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ലാൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. പക്ഷേ ഒരു ഫേമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയാൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. കാരണം എന്താണ്? ഇപ്പോൾ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പോൾ നമ്മുടെ SF ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണെന്ന് വിചാരിച്ചോ. ആ കമ്പനിയുടെ കയ്യിൽ ഇപ്പോൾ 500 ഏക്കർ ലാൻഡ് ഉണ്ട്. ആ കമ്പനിക്ക് വേണമെങ്കിൽ
ഒരു 100 ഏക്കറും കൂടി മേടിക്കണമെങ്കിൽ 100 ഏക്കറും കൂടി മേടിക്കാൻ പറ്റും. അപ്പോൾ ആ കമ്പനിയുടെ കയ്യിലുള്ള ലാൻഡിൻ്റെ അളവ് കൂടി. നേരത്തെ 500 ഏക്കറായിരുന്നു, ഇപ്പോൾ 100 കൂടെ മേടിച്ചപ്പോൾ 600 ഏക്കറായി. പക്ഷേ നമ്മൾ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ ടോട്ടൽ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 1 lakh ഏക്കർ ആണെങ്കിൽ ആ 1 lakh ഏക്കറിൽ നിന്ന് കൂടുമോ റിക്വയർമെൻറ്റ്സ്? എക്കണോമിയിലെ ആളുകളുടെ റിക്വയർമെൻറ്റ്സ് എത്ര കൂടിയാലും ടോട്ടൽ ലാൻഡിൻ്റെ അവൈലബിലിറ്റി കൂടുന്നില്ല. സോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ആൻഡ് ഫേമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുവാണെങ്കിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണ്. ഇനി തേർഡ് വൺ വരുന്നത് ലാൻഡ് ഈസ് പെർമനൻറ്റ് ആൻഡ് ഹാസ് ഇൻഡിസ്ട്രക്റ്റബിൾ പവേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ലാൻഡ് പെർമനൻറ്റ് നേച്ചറാണ്. അത് നമ്മൾക്ക് ഡിസ്ട്രോയ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നതല്ല, നമ്മളായിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നതല്ല. ലാൻഡ് അവിടെ തന്നെ ഉള്ളതാണ്. നമ്മളതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ യൂസ് ചെയ്യുന്നു, ചിലപ്പോൾ നമ്മളെ ലാൻഡ് കൃഷിക്ക് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളവിടെ കൺസ്ട്രക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇടും. അങ്ങനെ അത് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ലാൻഡ് പെർമനൻ്റ് ആണ്. ലാൻഡ് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇപ്പോൾ ലാൻഡിന് അതിൻ്റേതായ ചില പവേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. ദെൻ ലാൻഡ് ഈസ് പാസീവ് ഫാക്ടർ. പാസീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ലേബറിൻ്റെ കാര്യം പറഞ്ഞാൽ ലേബർ ഒരു ആക്റ്റീവ് ഫാക്ടറാണ്. ലേബറിന് തന്നെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഒക്കെ ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ ലേബറിന് സാധിക്കും. പക്ഷേ നമ്മളുടെ ലാൻഡിന് പറ്റും. ഇപ്പോൾ ഒരു സ്ഥലത്ത് കുറച്ച് ലാൻഡ് കിടപ്പുണ്ട്, അവിടെ ഏതെങ്കിലും ലേബറർ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഹ്യൂമൻ എഫേർട്ട് ഇട്ടാലേ ഉള്ളൂ അവിടുന്ന് നമ്മൾക്ക് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വെറുതെ എത്ര ഏക്കർ അല്ലെങ്കിൽ എത്ര ലാൻഡ് എവിടെ കിടന്നാലും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഹ്യൂമൻ എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലാൻഡ് പാസീവ് ഫാക്ടർ ആണെന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ എഫേർട്ട് അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലാൻഡിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലാൻഡിന് അതിൻ്റെ സ്വന്തമായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ലാൻഡ് ആക്റ്റീവ് ഫാക്ടർ അല്ല, ലാൻഡ് ഒരു പാസീവ് ഫാക്ടറാണ്. പിന്നെ ലാൻഡ് ഈസ് ഇമ്മൊബൈൽ. നമ്മൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ലാൻഡ് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ കുറേ സ്ഥലമുണ്ട്, നമ്മളുടെ കേരളത്തിൽ എവിടെയെങ്കിലും സ്ഥലം കുറച്ച് കുറവാണെന്ന് കരുതിയിട്ട് നമുക്ക് തമിഴ്നാട്ടിലുള്ള കുറച്ച് സ്ഥലം ഇവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ലാൻഡ് ഇമ്മൊബൈലാണ്. അത് നമ്മൾക്ക് എങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനോ ക്യാരി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാനോ ഒന്നും പറ്റില്ല. അതുപോലെ തന്നെ നമ്മളുടെ നാച്ചുറൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിലും ചില സ്ഥലത്ത് ചില നാച്ചുറൽ ഫാക്ടർ ഉണ്ടാവും, അത് നമ്മൾക്ക് വേറെ സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ലാൻഡോട് കൂടി എടുത്ത് മാറ്റി വയ്ക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ ലാൻഡ് ഹാസ് മൾട്ടിപ്പിൾ യൂസസ്. നമ്മളുടെ ഒരു ലാൻഡിന് തന്നെ പല യൂസസ് ഉണ്ട്. നമ്മളുടെ ഇഷ്ടം പോലെ ചിലപ്പോൾ എല്ലാ ലാൻഡും എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നമ്മൾക്ക് ഒരു ലാൻഡ് തന്നെ മൾട്ടിപ്പിൾ പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിൽഡിംഗ് പണിയണമെങ്കിൽ ബിൽഡിംഗ് പണിയാം, അല്ലെങ്കിൽ വീട് പണിയണമെങ്കിൽ വീട് പണിയാം, കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ യൂസ് ഉണ്ട് നമ്മളുടെ ലാൻഡിന്. പിന്നെ ലാൻഡ് ഈസ് ഹെട്രോജീനിയസ്. അതായത് നമ്മൾ ഇപ്പോൾ 2 പീസ് അല്ലെങ്കിൽ 10 പീസ് ലാൻഡ് 10 സ്ഥലത്തുള്ള ലാൻഡ് എടുത്താൽ ഈ 10 ലാൻഡിലും സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും? അല്ല, എല്ലാം വേറെ ആയിരിക്കും. ചിലതിൽ ഫെർട്ടിലിറ്റി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ചില സ്ഥലത്ത് നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, ചില സ്ഥലത്ത് അത്ര മഴ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില സ്ഥലത്ത് മണ്ണ് അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ സിറ്റുവേഷനും ഇത് ഡിഫറാണ്, തെറ്റിപ്പോയതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഒരേ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരേ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കില്ല നമ്മുടെ ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് വ്യത്യാസമായിരിക്കും. ഇനി നെക്സ്റ്റ് അപ്പോൾ ലാൻഡിൻ്റെ ഫാക്ടർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഫാക്ടറാണ് ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലേബർ മീൻസ് എനി മെൻ്റൽ ഓർ ഫിസിക്കൽ എക്സേർഷൻ ഡയറക്റ്റഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസസ്. അതായത് നമ്മളുടെ ഫിസിക്കൽ ആളുകളെ മാത്രം, ഫിസിക്കൽ വർക്ക് ഫോഴ്സിനെ മാത്രമല്ല നമ്മൾ ലേബർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെൻ്റൽ ഓർ ഫിസിക്കൽ എക്സേർഷൻ, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ അതിൽ യൂസ് ചെയ്യില്ലേ, അതിനെ എല്ലാത്തിനെയും നമ്മൾ ലേബർ എന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു ആ ജോലി ചെയ്യുന്ന ആളുകളെ മാത്രമല്ല നമ്മൾ ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേബർ മസ്റ്റ് ബി വൺ വിച്ച് ഈസ് ഡൺ വിത്ത് എ മോട്ടീവ് ഓഫ് സം എക്കണോമിക് റിവാർഡ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അമ്മ ഫുഡ് കുക്ക് ചെയ്യുന്നു, അതിനെ നമ്മൾ ലേബർ എന്ന് പറയുമോ? പറയില്ല. ആ സമയത്ത് നമ്മളുടെ വീട്ടിലൊരു സെർവൻ്റ് ഉണ്ട്, ആ സെർവൻ്റാണ് ഫുഡ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അത് ലേബറാണ്. കാരണം എന്താണ്? ആ സെർവൻറ്റ് ഒരു മോണിറ്ററി പർപ്പസിന് വേണ്ടിയാണ് ആ വർക്ക് ചെയ്യുന്നത്. അവർ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവർക്ക് മന്ത്ലി എമൗണ്ട് കൊടുക്കുന്നു. സോ ഒരു എക്കണോമിക് പർപ്പസിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളുടെ വീട്ടിൽ അമ്മ കുക്ക് ചെയ്യുകയാണെങ്കിൽ അമ്മ ഒരു സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ സിമ്പതി കൊണ്ട് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത്. ഒരു എക്കണോമിക് പർപ്പസ് അല്ല.
അപ്പോൾ നമ്മളുടെ ലേബറിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, അത് എക്കണോമിക് റിവാർഡിൻ്റെ മോട്ടീവ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് മോട്ടീവോടുകൂടി ചെയ്യുന്നതാണെങ്കിലാണ് നമ്മളതിനെ ലേബർ എന്ന് പറയുന്നത്. എനിത്തിങ് ഡൺ ഔട്ട് ഓഫ് ലവ് ഓർ അഫെക്ഷൻ ഓൾദോ വെരി യൂസ്ഫുൾ ഇൻക്രീസിങ് ഹ്യൂമൻ വെൽബീയിങ് ഇസ് നോട്ട് ലേബർ ഇൻ എക്കണോമിക് സെൻസ്. അത് ആളുകൾക്ക് എത്ര നല്ല കാര്യം ചെയ്യുന്ന ആക്ടിവിറ്റി ആണെങ്കിലും നമ്മളൊരു എക്കണോമിക് റിവാർഡിന് വേണ്ടി അല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മളതിനെ ലേബറിൽ ഇൻക്ലൂഡ് ചെയ്യിക്കില്ല. ഇനി നമ്മൾക്ക് ലേബറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹ്യൂമൻ എഫേർട്ട്. നമ്മളുടെ ലേബർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹ്യൂമൻ എഫേർട്ടായിട്ട് കണക്റ്റഡ് ആണ്. കാരണം ഹ്യൂമൻ എഫേർട്സ് ആണ് നമ്മൾ ലേബറിൽ പറയുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും സൈക്കോളജിക്കൽ ആക്ടിവിറ്റി വരാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൺസിഡറേഷൻസ് ഒക്കെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന് കൊടുക്കണം. മറ്റ് ഫാക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ ലാൻഡ് ഡീൽ ചെയ്യുന്നതും ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഡീൽ ചെയ്യുന്നതും ഒരുപോലെയാണോ? അല്ല. കാരണം ഹ്യൂമൻ ബീയിങ് ആണ്, അതിൽ ഹ്യൂമൻ എഫേർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് ആ കൺസിഡറേഷനോട് കൂടി വേണം, ആ സൈക്കോളജിക്കൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരും, മറ്റ് ഫാക്ടേഴ്സ് പോലെ അല്ല. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിന് ഇപ്പോൾ ലെഷർ ടൈം കൊടുക്കണം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ടൈം കൊടുക്കണം, അവർ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യണം, അവർക്ക് നല്ല വർക്കിംഗ് എൻവയോൺമെൻറ്റ് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ ഉള്ളൂ നമുക്ക് നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ഗുഡാണ്, എന്തെങ്കിലും ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നമ്മുടെ ഇൻപുട്ട് ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ആ മെറ്റീരിയൽ എങ്ങനെയായാലും കുഴപ്പമില്ല, ആ മെറ്റീരിയലിനോട് നമ്മൾ നന്നായിട്ട് പെരുമാറണമെന്നോ അല്ലെങ്കിൽ നല്ല വർക്കിംഗ് എൻവയോൺമെൻറ്റ് കൊടുക്കണമെന്നോ നമ്മൾ ലെഷർ ടൈം കൊടുക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഹ്യൂമൻ എഫേർട്ടാണ്. സോ നമ്മൾ അത് ഒരു ആവശ്യമായ കൺസിഡറേഷൻ അതിന് കൊടുക്കണം. പിന്നെ ലേബർ ഈസ് പെരിഷബിൾ. നമ്മളുടെ ലേബർ എന്ന് പറഞ്ഞാൽ ഹൈലി പെരിഷബിൾ ആണ്. കാരണം നമ്മൾക്കിപ്പോൾ ഒരു ലേബർ അവർ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്തില്ല, ആ വർക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? പിന്നെ അടുത്ത ദിവസത്തേക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പറ്റില്ല. നമ്മളിപ്പോൾ 1-2 മണിക്കൂർ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ടൈം ചെയ്യാൻ പറ്റില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആ യൂസ് ചെയ്യാത്ത ടൈം എടുത്തിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളുടെ വർക്ക് എടുത്തിട്ട് നമ്മൾക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് അത് പിന്നെ ഒരു ആവശ്യത്തിന് യൂസ് ചെയ്യാം എന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ 1 മണിക്കൂർ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് പോയി, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളുടെ ലേബർ ഹൈലി പെരിഷബിൾ ആണ്. അത് നമ്മൾക്ക് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന് വർക്ക് ചെയ്തില്ല ആ വർക്ക് നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല നമ്മളുടെ ആ ലേബറർക്ക് ഒരിക്കലും അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് ലേബർ ഈസ് ആൻ ആക്റ്റീവ് ഫാക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു ലാൻഡ് പഠിച്ചപ്പോൾ ലാൻഡ് പാസീവ് ഫാക്ടർ ആണെന്ന് പറഞ്ഞു. ലാൻഡിൽ നമ്മൾ ഹ്യൂമൻ എഫേർട്സ് കൊടുത്താലേ നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ലേബറിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണോ? അല്ല. ലേബർ ആക്റ്റീവ് ഫാക്ടർ ആണ്. അപ്പോൾ ലേബറിന് തന്നെ വർക്ക് ചെയ്യാനോ തന്നെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനോ എല്ലാം സാധിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ലേബർ ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ദ ലേബറർ. ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാനൊരു വർക്ക് ചെയ്യുമല്ലേ, ഇതിന്ന് ഞാൻ വേറെ, ഞാൻ പറയുന്നത് വേറെ, ഞാൻ കാണുന്നത് വേറെ, അല്ലെങ്കിൽ എൻ്റെ വർക്ക് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾക്ക് ലേബർ വേറെ ലേബറർ വേറെ എന്ന് നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാളിപ്പോൾ എന്തെങ്കിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, അപ്പോൾ അയാളവിടെ ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കാം. ഫിസിക്കലി പ്രസൻ്റ് ആയിട്ടാണ് അദ്ദേഹം ആ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ലേബറർ ഒരു വേജസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സാലറിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ലേബർ പ്രൊവൈഡ് ചെയ്താലും അത് തീർന്നു പോകുന്നുണ്ടോ? ഇപ്പോൾ ഞാനൊരു ദിവസം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് അതിനുള്ള എമൗണ്ട് കിട്ടി, അതുകൊണ്ട് എൻ്റെ വർക്ക് തീർന്നു പോവോ? ഇല്ല. എനിക്ക് പിന്നെയും ആ കപ്പാസിറ്റി ടു വർക്ക് എനിക്കുണ്ട്. പിന്നെ അടുത്ത ദിവസവും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസവും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലേബറർ വേജസിനോ സാലറിക്കോ വേണ്ടി വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ കപ്പാസിറ്റി ടു വർക്ക് പോകുന്നില്ല. കപ്പാസിറ്റി ടു വർക്ക് ആരുടെ കയ്യിലുണ്ട്? ആ ലേബററുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷേ ലേബർ വേറെ എന്ന് നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൾ വേറെ, അയാൾ ചെയ്യുന്ന വർക്ക് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നെ ലേബർ പവർ ഡിഫേഴ്സ് ഫ്രം ലേബറർ ടു ലേബറർ. അത് നമ്മൾക്കറിയാം. ഒരാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരാളുടെ വർക്കിംഗ് എഫിഷ്യൻസി കപ്പാസിറ്റി ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. അത് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും, അവർ പഠിച്ചത് വേറെ ആയിരിക്കാം. ഇപ്പോൾ സെയിം സബ്ജക്റ്റ് തന്നെയാണെങ്കിൽ 2 പേര് പഠിക്കുമ്പോൾ 2 പേര് മനസ്സിലാക്കുമ്പോഴോ അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മളുടെ ലേബർ ഹെട്രോജീനിയസ് ആണ്. നമ്മൾ 2, 3 അല്ലെങ്കിൽ 10 ആളുകളെ എടുത്ത് നോക്കിയാൽ ഈ 10 പേരും ഒരു ക്യാരക്ടർ ആയിരിക്കില്ല, ഒരേ രീതിയിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അവരുടെ എഫിഷ്യൻസി, അവരുടെ ജനിച്ചു വളർന്ന ചുറ്റുപാട്, അല്ലെങ്കിൽ അവരുടെ ഇൻഹെറൻറ്റ് കപ്പാസിറ്റീസ്,
അവർ എത്ര നോളജ് അവർക്കുണ്ട്, അല്ലെങ്കിൽ അതിനെ അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, വർക്കിന് എത്ര സാലറി കിട്ടുന്നു, അല്ലെങ്കിൽ അതിന് എന്ത് ഇൻസെൻറ്റീവ് കിട്ടുന്നു, അങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ലേബർ പവേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പല ആളുകളുടെ ജോലി ചെയ്യാനുള്ള കഴിവും അതിനുള്ള എഫിഷ്യൻസി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഓൾ ലേബർ മേ നോട്ട് ബി പ്രൊഡക്റ്റീവ്. നമ്മളുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മളുടെ എഫേർട്സ് എന്ത് യൂസ് ചെയ്താലും അതെല്ലാം നമ്മൾ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി അത് യൂസ് ചെയ്യുന്നതിനൊക്കെ നമുക്കൊരു എൻഡ് റിസൾട്ട് വരും, ഒരു ഔട്ട്പുട്ട് വരും എന്നുണ്ടോ? ഇല്ല. എല്ലാം നമ്മൾ പ്രൊഡക്ഷൻ പർപ്പസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻഡ് റിസൾട്ട് വരാൻ വേണ്ടിയല്ല നമ്മൾ എല്ലാ എഫേർട്സും യൂസ് ചെയ്യുന്നത്. പിന്നെ ലേബർ ഹാസ് പുവർ ബാർഗെയിനിങ് പവർ. നമ്മുടെ ഓണേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലേബറേഴ്സിന് ബാർഗെയിനിങ് പവർ കുറവാണ്. കാരണം എന്താണ്? നമ്മളുടെ ഇപ്പോൾ ഒരാൾ ഒരു കമ്പനിയിൽ എംപ്ലോയറുടെ അടുത്ത് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുവാണെങ്കിൽ ആ എംപ്ലോയർ ഫിനാൻഷ്യലി കുറച്ചും കൂടെ എക്കണോമിക്കലി കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും. സോ നമ്മളുടെ എംപ്ലോയിക്ക് അത്ര എക്കണോമിക് കപ്പാസിറ്റി ഇല്ല, അത്ര എക്കണോമിക് പവർ ഇല്ല. സോ എംപ്ലോയിക്ക് എപ്പോഴും എനിക്ക് ഇത്ര രൂപ കിട്ടിയാലേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ എക്കണോമിക്കലി വീക്ക് ആയതുകൊണ്ട് തന്നെ എംപ്ലോയിക്ക് എന്ത് ചെയ്യും? എംപ്ലോയർ പറയുന്ന എമൗണ്ടിന് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം അവർക്ക് പൈസ കുറവാണ്, അവർക്ക് പൈസ ആവശ്യമുണ്ട്. അപ്പം ജോലി ചെയ്താലേ അവർക്ക് ക്യാഷ് കിട്ടുള്ളൂ. അപ്പം നമ്മളുടെ എംപ്ലോയറെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എംപ്ലോയിക്ക് ബാർഗെയിനിങ് പവർ കുറവാണ്. കാരണം അവർ എക്കണോമിക്കലി വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില എംപ്ലോയേഴ്സിനെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലോവർ വേജസിൽ വർക്ക് ചെയ്യിക്കാനോ എല്ലാം സാധിക്കും. പിന്നെ ലേബർ ഈസ് മൊബൈൽ. നമ്മൾ നേരത്തെ ലാൻഡ് പഠിച്ചപ്പോൾ ലാൻഡ് ഈസ് ഇമ്മൊബൈൽ നമ്മൾ പഠിച്ചു. ലേബർ അങ്ങനെയാണോ? അല്ല. ലേബർ നമ്മൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. അത് ഒരു ജോബിൽ നിന്ന് വേറെ ജോബിലേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് നമുക്ക് ലേബറിനെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. പിന്നെ ദർ ഈസ് നോ റാപ്പിഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സപ്ലൈ ഓഫ് ലേബർ ടു ദ ഡിമാൻഡ് ഫോർ ഇറ്റ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ലേബറിനൊരു ഡിമാൻഡ് വന്നു എന്ന് വിചാരിച്ച് ഇമ്മീഡിയറ്റ്ലി നമ്മൾക്ക് ഇൻസ്റ്റൻ്റ്ലി അത്രയും ലേബർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ടോട്ടൽ സപ്ലൈ ഓഫ് ലേബർ cannot be increased or decreased instantly. നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലേബർ സപ്ലൈ കൂട്ടാനും കുറയ്ക്കാനൊന്നും നമ്മൾക്ക് സാധിക്കില്ല. കാരണം ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഒരു സ്ഥലത്ത് 1000 ലേബേഴ്സാണ് ടോട്ടൽ ഉള്ളതെന്ന് വെച്ചോ. നമ്മൾക്ക് പെട്ടെന്ന് 1000 ലേബേഴ്സ് ഇന്നിപ്പോൾ ആവശ്യം വന്നു, എന്നാൽ ഇന്ന് പെട്ടെന്ന് 1000 ലേബേഴ്സിന് 2000 നമ്മൾ നോർമലി ലേബറേഴ്സിന് വേജസ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അവർ റിവാർഡ് കൂടുതൽ കിട്ടുന്നതനുസരിച്ച് കൂടുതൽ വർക്ക് ചെയ്യും. നോർമലി എല്ലാവർക്കും അതാണ് താല്പര്യം, കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ ഇൻകം കിട്ടുമല്ലോ. പക്ഷേ ഒരു പോയിന്റ് കഴിയുമ്പോൾ പിന്നെ അവർക്ക് നമ്മൾ കൂടുതൽ റിവാർഡ് ഓഫർ ചെയ്താലും അവർക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും. കാരണം ഒരു പരിധിക്ക് മേളിൽ അവർക്ക് ഇൻകം കിട്ടുമ്പോൾ അവർക്ക് ആവശ്യത്തിന് ഇൻകമായി. സോ പിന്നെ അവർ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇൻകം കൂടിക്കഴിയുമ്പോൾ മടി പിടിക്കുക എന്നൊരവസ്ഥ. അപ്പോൾ അവർ കൂടുതൽ ടൈം വർക്ക് ചെയ്യുന്നതിനേക്കാളും കുറേ സമയം ലെഷറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനും കൂടെ ചൂസ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ലേബറിൻ്റെ സപ്ലൈ കർവ് എപ്പോഴും ബാക്ക്വേർഡ് ബെൻഡിങ് ആണ്. ഇങ്ങനെയാണ് വരുന്നത്. നമ്മളുടെ നോർമൽ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്? നമ്മളുടെ ഇങ്ങനെ വരും നോർമൽ കേസിൽ. അതായത് നമ്മൾ റിവാർഡ് കൂടുന്നതിനനുസരിച്ച് ലേബറേഴ്സ് കൂടുതൽ ടൈം വർക്ക് ചെയ്യാൻ അവർ ഇൻട്രസ്റ്റഡ് ആണ്. ബട്ട് ഒരു പോയിന്റിന് മേളിൽ അവർക്ക് അതിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവരെന്ത് ചെയ്യും? അവരുടെ കൂടുതൽ ടൈം അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ടൈമിൽ കുറേ ടൈം അവർ ലെഷറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. കൂടുതൽ വർക്ക് ചെയ്ത് കൂടുതൽ ഇൻകം ഉണ്ടാക്കുക എന്നൊരു താല്പര്യം അവർക്ക് ഇല്ലാതെ വരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സപ്ലൈ കർവ്, ലേബറിൻ്റെ സപ്ലൈ കർവ് ബാക്ക്വേർഡ് ബെൻഡിങ് ആണ് വരുന്നത്. അതാണ് നമ്മളുടെ ഈ പോയിന്റിൽ പറയുന്നത് ചോയ്സ് ബിറ്റ്വീൻ അവേഴ്സ് ഓഫ് ലേബർ ആൻഡ് അവേഴ്സ് ഓഫ് ലെഷർ. കാരണം നമുക്ക് ആവശ്യത്തിന് ഇൻകം ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്കിനി റെസ്റ്റ് എടുത്താൽ എന്താ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. വേജ് റേറ്റ് കൂടിയാലും അതനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അതിൽ പല സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് ഫ്ലോ കൺസെപ്റ്റ്, സ്റ്റോക്ക് കൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്ലോ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോ കൺസെപ്റ്റ് ഈസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്കാണ് നമ്മൾ ഫ്ലോ കൺസെപ്റ്റിൽ നമ്മൾ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഐറ്റംസും മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇത്ര അവറിലേക്ക് അല്ലെങ്കിൽ വീക്കിലേക്ക് അല്ലെങ്കിൽ പെർ ഇയർ, ഇപ്പോൾ ഇൻകം ഫോർ ദ പേഴ്സൺ ഫോർ ആൻ ഇയർ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ഇയർ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ മന്ത്, നാഷണൽ ഇൻകം ഫോർ ദ ഇയർ, അങ്ങനെയുള്ള ആക്ടിവിറ്റി അങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്ലോ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്ക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല.
നമ്മൾ മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അടുത്ത ടേം ക്യാപിറ്റൽ പഠിക്കുമ്പോൾ അതിൽ ഇത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഫ്ലോ കൺസെപ്റ്റിൽ നമ്മൾ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിനെ പറ്റിയാണ് മെഷർ ചെയ്യുന്നത്. ബട്ട് സ്റ്റോക്ക് കൺസെപ്റ്റിൽ എങ്ങനെയാണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ 10 AM ഓൺ 10/7/2020. അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ, ഇപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ P&L ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ ഇന്ന ഡേറ്റ് അങ്ങനെയല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, ഇപ്പോൾ 10 AM സ്റ്റോക്കിൻ്റെ വാല്യൂ ഇത്രയാണ്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഈവനിങ് 4 PM നമ്മളുടെ സ്റ്റോക്ക് ബാലൻസ് ഇത്രയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് എന്താണ്, സ്റ്റോക്ക് കൺസെപ്റ്റിൽ നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആണ് എടുക്കുന്നത്. ബട്ട് ഫ്ലോ കൺസെപ്റ്റിൽ നമ്മൾ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ആണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ നാഷണൽ ഇൻകം ഓഫ് എ പേഴ്സൺ അതൊക്കെ നമ്മൾ ഫ്ലോ കൺസെപ്റ്റിൽ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ക്യാപിറ്റൽ നമ്മളുടെ വരുന്നത് സ്റ്റോക്ക് കൺസെപ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റിൽ നമ്മളുടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. നമുക്ക് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, capital is that part of wealth of an individual or community which is used for further production of wealth. അതായത് നമ്മൾ കൂടുതൽ വെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ വെൽത്തിൻ്റെ ഒരു പോർഷൻ നമ്മൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മിസ്റ്റർ എയുടെ കയ്യിൽ 50 lakhs ഉണ്ടെന്ന് വിചാരിച്ചോ. മിസ്റ്റർ എയുടെ വെൽത്ത് എത്രയാണ്, 50 lakhs ആണ് വെൽത്ത്. അതിൽ നിന്ന് അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിസിനസ്സിലേക്ക് 10 lakhs rupees ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ അപ്പോൾ ക്യാപിറ്റൽ എത്രയാണ്, 10 lakhs ആണ്. 50 lakhs വെൽത്ത് ഉള്ളതിൻ്റെ ഒരു പോർഷൻ 10 lakhs ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. സോ അതാണ് ക്യാപിറ്റൽ. അപ്പം നമ്മളുടെ വെൽത്ത് എന്ന് പറയുന്നത് ഒരു ബിഗ്ഗർ പോർഷനാണ്. ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് വരുന്ന ഒരു പോർഷനാണ് നമ്മളുടെ ക്യാപിറ്റൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പറഞ്ഞേക്കുന്നത് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് വെൽത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ കമ്മ്യൂണിറ്റി വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ ഓഫ് വെൽത്ത്. നമ്മൾ എന്തിനാണ് ബിസിനസ്സിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾക്ക് കൂടുതൽ ഇൻകം പ്രൊഡ്യൂസ് ചെയ്യണം, കൂടുതൽ റിട്ടേൺ ഉണ്ടാവണം, അതനുസരിച്ച് നമ്മളുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ വെൽത്ത് ഫർദർ ഇൻക്രീസ് ചെയ്യാൻ, കൂടുതൽ വെൽത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ ഈസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ്. നമ്മൾ ഇച്ചിരി നേരത്തിന് മുമ്പ് സ്റ്റോക്ക് കൺസെപ്റ്റ് പഠിച്ചില്ലേ, അപ്പോൾ ഈ പോയിന്റ് ഉള്ളത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ക്യാപിറ്റൽ ഈസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ് വിച്ച് ഈൽസ് എ പീരിയോഡിക്കൽ ഇൻകം വിച്ച് ഈസ് എ ഫ്ലോ കൺസെപ്റ്റ്. ഫ്ലോ കൺസെപ്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞ, ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്ക്. ഇപ്പോൾ നമ്മൾക്ക് ഇൻകം, ഇപ്പോൾ നമ്മൾ ഇന്ന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്നൊരു ദിവസത്തേക്ക് ഇൻകം കിട്ടാൻ വേണ്ടിയാണോ? അല്ല. നമ്മൾ ക്യാപിറ്റൽ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ, സ്പെസിഫൈഡ് ഡേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് അതിൻ്റെ ഇൻകം എപ്പോഴാണ് കിട്ടുന്നത്? ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾക്ക് അതിൻ്റെ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നു, റിട്ടേൺ കിട്ടുന്നു. അതനുസരിച്ച് നമ്മളുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക. അതാണ് നമ്മൾ എമൗണ്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ക്യാപിറ്റലിന് നമ്മൾ വേറെ പേരുകളിലും പറയാറുണ്ട്. ക്യാപിറ്റൽ എന്ന് പറയും, പ്രൊഡ്യൂസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും, മാൻമെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. അങ്ങനെയെല്ലാം നമ്മൾ ക്യാപിറ്റലിനെ പറയാറുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഓൾ മാൻമെയ്ഡ് ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ഫർദർ പ്രൊഡക്ഷൻ ഓഫ് വെൽത്ത്. നമ്മൾ കൂടുതൽ വെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാൻമെയ്ഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റലിൽ ഇപ്പോൾ മെഷീനറി വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാന്റ് വരാം. അങ്ങനെ നമ്മളുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സ്, അല്ലെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഒരു മെഷീനറി നമ്മളുടെ ബിസിനസ്സിന് വേണ്ടി ഒരു മെഷീനറി വേണമെങ്കിൽ ആ മെഷീനറി ഓൾറെഡി നേച്ചറായിട്ട് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ലാൻഡ് പോലെ അല്ല, അത് മാൻമെയ്ഡ് ആണ്. നമ്മളായിട്ട് തന്നെ നമ്മളുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, നമ്മളുടെ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി, നമ്മളുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്, മാൻമെയ്ഡ് ഐറ്റമാണ്. നമ്മളുടെ ലാൻഡും ലേബറിൻ്റെയും കേസിൽ എങ്ങനെയാണ്? ലാൻഡും ലേബറും നോട്ട് പ്രൊഡ്യൂസ്ഡ് ഫാക്ടേഴ്സ്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ലാൻഡ് ലേബറും അവിടെ തന്നെ ഉള്ളതാണ്. ലേബറിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ലാൻഡിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ സമയത്ത് ക്യാപിറ്റൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മെഷീനറി ആണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും അതെല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളുടെ ബിസിനസ് പർപ്പസിന് ചിലപ്പോൾ നമ്മൾ ഡാംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കനാൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, റോഡ്, ബ്രിഡ്ജസ് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അതെല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ പ്രൊഡ്യൂസ്ഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ്. മെഷീൻ ടൂൾസ് ആവാം, ഇൻസ്ട്രുമെൻറ്റ്സ് ആവാം, ഫാക്ടറി, അതെല്ലാം നമ്മൾ പ്രൊഡ്യൂസ്ഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ആ സമയത്ത് ലാൻഡും ലേബറും നമ്മളുടെ
പ്രൈമറി ഫാക്ടറാണ് അല്ലെങ്കിൽ ഒറിജിനൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഇനി ഓൾ ഓഫ് ദം ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മാൻ ടു ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫർദർ ഗുഡ്സ്. അതായത് നമ്മൾക്ക് കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക, കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഹ്യൂമൻ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് അത് മാർക്കറ്റിൽ അവൈലബിൾ ആക്കി അതുവഴി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടു ഇൻക്രീസ് അവർ വെൽത്ത്. ഇനി നമുക്ക് ക്യാപിറ്റൽ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ്ങർ പീരീഡിലേക്ക്, അതായത് ഒരു പ്രൊഡക്ഷൻ സൈക്കിളിനും കൂടുതൽ ഒരു ലോങ്ങർ പീരീഡിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതിൻ്റെ റിട്ടേൺ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മെഷീൻസ്, ടൂൾസ്, പ്ലാന്റ്, അതെല്ലാം എന്തിനാണ്? നമ്മൾ ഒരു പ്ലാന്റ് മേടിക്കുന്നു, ഒരു പുതിയൊരു പ്ലാന്റ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു മെഷീനറി വാങ്ങിക്കുന്നത് ഇന്നൊരു കാര്യത്തിന് യൂസ് ചെയ്തിട്ട് പിന്നെ ആ മെഷീനറി കളയാനാണോ? അല്ല, അത് നമുക്ക് ഫ്യൂച്ചർ പർപ്പസിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോങ്ങർ പീരീഡിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എമൗണ്ടിനാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് നമ്മൾ ഇൻവെസ്റ്റഡ് ഫോർ വൺ പ്രൊഡക്ഷൻ സൈക്കിൾ, അതായത് ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നോർമലി അതിനൊരു സിംഗിൾ യൂസ് ഓഫ് പ്രൊഡക്ഷനെ ഉണ്ടാവുള്ളൂ, അതിന് ഫർദർ യൂസ് വരുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സീഡ്സ് യൂസ് ചെയ്യുന്നു. നമ്മളൊരു സീഡ് വിതച്ചു, അതിന്ന് നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്തെങ്കിലും ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സീഡ് നമ്മൾക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതൊരു സിംഗിൾ യൂസേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ മെഷീൻസ് വർക്ക് ചെയ്യിക്കാൻ എന്തെങ്കിലും ഫ്യൂവൽ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് നമ്മളുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പർപ്പസിന് നമ്മൾ ഫ്യൂവൽ യൂസ് ചെയ്യുന്നു. അതൊക്കെ എന്താണ്? ഒരു സിംഗിൾ യൂസാണ്. നമ്മളുടെ മെഷീനിലേക്ക് നമ്മളൊരു ഫ്യൂവൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ തീർന്നു. ആ ഫ്യൂവൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് അതെല്ലാം നമ്മുടെ സർക്കുലേറ്റിംഗ് ക്യാപിറ്റലിൽ വരുന്നതാണ്. പിന്നെ റിയൽ ക്യാപിറ്റൽ. റിയൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഗുഡ്സ്, അതായത് നമുക്ക് തൊട്ട് നോക്കാവുന്ന, കാണാവുന്ന, അറിയാവുന്ന അങ്ങനെ നമ്മുടെ ഫിസിക്കൽ ഗുഡ്സിനെയാണ് നമ്മൾ റിയൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് പ്ലാന്റ് ആവാം, ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ മെഷീനറി ആവാം, അതെല്ലാം ഫിസിക്കൽ ക്യാപിറ്റൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഹ്യൂമൻ എബിലിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ സ്കിൽസ്, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയാൻ കാര്യം എന്താ? നമ്മൾക്ക് ആ എബിലിറ്റി അല്ലെങ്കിൽ ആ സ്കില്ല് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ അതിനൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലല്ലേ നമ്മൾ അതിൻ്റെ എബിലിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഹ്യൂമൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാപിറ്റലാണ് നമ്മുടെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ. പിന്നെ ടാഞ്ചിബിൾ ക്യാപിറ്റലും ഇൻടാഞ്ചിബിൾ ക്യാപിറ്റലും. ടാഞ്ചിബിൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് കാണാവുന്ന അല്ലെങ്കിൽ തൊടാവുന്ന, നമ്മൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആവാം, പ്ലാന്റ് ആൻഡ് മെഷീനറി ആവാം, അതൊക്കെ നമുക്ക് കാണാനോ തൊടാനോ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതിനെ നമ്മൾ ടാഞ്ചിബിൾ ക്യാപിറ്റൽ എന്ന് പറയും. ഇൻടാഞ്ചിബിൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില റൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കോപ്പി റൈറ്റ്, അല്ലെങ്കിൽ ഗുഡ് വില്ല്, പേറ്റന്റ് റൈറ്റ്, അതൊക്കെ നമ്മൾക്ക് തൊട്ട് നോക്കാൻ പറ്റുമോ? ഗുഡ് വില്ല് ഇങ്ങനെയാണ് അല്ലെങ്കിൽ പേറ്റന്റ് റൈറ്റ് ഇങ്ങനെയാണ്, നമുക്ക് തൊടാനോ സെൻസ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെയുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലോ ഉള്ള അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി, അവരുടെ കയ്യിലുള്ള എമൗണ്ടിനെ, അങ്ങനെയുള്ള ക്യാപിറ്റലിനെ നമ്മൾ ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ എന്ന് പറയും. ഒരു സൊസൈറ്റി ആസ് എ ഓൾ ആയിട്ടുള്ള ക്യാപിറ്റലിന് നമ്മൾ എന്ത് പറയും? സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയും. അതായത് ഇപ്പോൾ റോഡ്, ബ്രിഡ്ജസ്, ഡാംസ് അങ്ങനെയുള്ളതൊക്കെ ഇപ്പം നമ്മളൊരു റോഡ് പണിയുന്നത് ഒരാൾക്കോ രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടിയാണോ? അല്ല, ഒരു സൊസൈറ്റി ആസ് എ ഓൾ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ക്യാപിറ്റൽ നമ്മൾ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയും. ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലുള്ളത്, ഇൻഡിവിജ്വൽസ് യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയെ നമ്മൾ ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ എന്നും പറയും. സോ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. സോ താങ്ക് യു വെരി മച്ച്.